ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബയോളജിയിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണുള്ളത്. വിത്തിനുള്ളിലെ ജീവൻ എന്നാണ് 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമായ ഈ ഒരു പാഠത്തിൻ്റെ പേര്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, വിത്തിനുള്ളിലെ ജീവൻ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, വിത്തുകളെക്കുറിച്ചുള്ള പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പറമ്പാകെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ മഴ ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുൽച്ചെടികൾ വളർന്നു തുടങ്ങി. അച്ഛൻ തെങ്ങിൻ ചുവട്ടിൽ വെട്ടിയിട്ട ചെമ്പരന്തി കമ്പുകൾ തളിർന്നു വന്നു. 1-2 പുൽച്ചെടികൾ പറിച്ചു നോക്കി. വേരുകളുണ്ട്. വിത്ത് മുളച്ചാണോ അവ ഉണ്ടായതെന്ന് നോക്കി, പക്ഷെ ഒന്നും കാണുന്നില്ല. വലുതാക്കി കാണിക്കുന്ന ലെൻസ് വാങ്ങാൻ അച്ഛനോട് പറയണം. ചിലയിടത്ത് പുളിങ്കുരു മുളച്ചു പൊന്തിയിട്ടുണ്ട്. വിത്തിനെ പിളർത്തിയാണ് കേമൻ്റെ വരവ്. മാത്രമല്ല, വിത്തിൻ്റെ ഭാഗങ്ങളെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. എൻ്റെ പറമ്പിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടന്നിരുന്നു എന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അനീഷ് എന്ന് പറയുന്ന കുട്ടി, ഇപ്പോൾ കുട്ടി ഇവിടെ നടത്തിയ ചില കണ്ടെത്തലുകളാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇവിടെ മഴ വന്നതോടുകൂടി പുൽച്ചെടികൾ വളർന്നു. അച്ഛൻ ചെമ്പരന്തി കമ്പുകളാണ് നട്ടത്. അപ്പോൾ ചെമ്പരന്തി കമ്പ് നട്ടാൽ തന്നെ പുതിയ ചെമ്പരന്തി വളർന്നു വരുമെന്ന് മനസ്സിലാവുന്നു. പിന്നെ പുൽച്ചെടികളിൽ വേരുകളുണ്ട്, പക്ഷേ എന്തില്ല, വിത്ത് മുളച്ചല്ല വന്നത്. അപ്പോൾ വിത്ത് മുളച്ചല്ല അത് വരുന്നത് എന്ന് മനസ്സിലാക്കാം. അതേപോലെ പുളിങ്കുരു മുളച്ച് പൊന്തിയാണ് വരുന്നത്. 2 പിളർപ്പായിട്ട് വിത്തിനെ പിളർത്തി 2 പിളർപ്പാക്കിയിട്ടാണ് പുളിങ്കുരു മുളച്ച് പൊന്തി വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഇവിടെ ഒരു വിത്ത് പറയുന്നുണ്ടോ, മണ്ണിൽ വീണത് അനുഗ്രഹമായി. വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. മുളച്ച് പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യ വെളിച്ചമാണ്. ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു. എൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല. വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത്. അപ്പോൾ വായു, സൂര്യപ്രകാശം, വെള്ളം, ഇതെല്ലാം ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമാണ് എന്നിവിടെ പറഞ്ഞു അല്ലേ. വായു, സൂര്യപ്രകാശം, വെള്ളം. സോ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമാണോ? അപ്പം അതിനുവേണ്ടി ഡിസ്പോസിബിൾ ഗ്ലാസും പയർ വിത്തും പഞ്ഞി, വെള്ളം ഒക്കെ വെച്ചൊരു പരീക്ഷണം നടത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അടിയിൽ ചെറിയ ദോരങ്ങളിടുക. ഗ്ലാസ്സിൽ അല്പം പഞ്ഞി എടുത്ത് അതിൽ 4-5 പയർ വിത്തുകൾ ഇടുക. പഞ്ഞിയിൽ അല്പം വെള്ളം ഒഴിക്കുക. ഗ്ലാസ് പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തുറന്നു വയ്ക്കുക. ഓരോ ദിവസത്തെയും നിരീക്ഷണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിത്ത് മുളയ്ക്കും അല്ലേ. വിത്ത് മുളയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴും മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ? വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണ രീതി, ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ജലാംശം തീരെ ഇല്ലാത്ത മണ്ണ് എടുത്തിടുക. എന്നിട്ട് അതിൽ 4-5 പയർ വിത്തുകൾ ഇടുക. വായു, പ്രകാശം, അന്തരീക്ഷ താപം എന്നിവ സാധാരണ തോതിൽ ലഭിക്കണം. ഇവിടെ മുളയ്ക്കോ? ഇവിടെ മുളയ്ക്കാൻ സാധ്യതയില്ല അല്ലേ. ജലാംശം ഇല്ലെങ്കിൽ മുളയ്ക്കില്ല. ഇനി സൂര്യപ്രകാശം, അടിയിൽ ദോരമിട്ട ഡിസ്പോസിബിൾ ഗ്ലാസ് അല്പം മണ്ണിട്ട് ഏതാനും പയർ വിത്തുകളിട്ട് വെള്ളമൊക്കെ ഒഴിക്കുക. പക്ഷേ സൂര്യപ്രകാശം കൊടുക്കാൻ പാടില്ല, എന്നാൽ ആ വിത്തും മുളയ്ക്കില്ല. അപ്പം മണ്ണ് പലതിനും നിർബന്ധമില്ല, പക്ഷേ സൂര്യപ്രകാശവും ജലവും കിട്ടിയേ മതിയാകൂ. സോ വിത്ത് മുളയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. വായു, ജലം, അനുകൂല താപനില. മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശവും മണ്ണും എന്നിവ വേണം. അപ്പോൾ വിത്ത് മുളച്ച് അതിൽ നിന്നും ഒരു നാമ്പ് വരണമെങ്കിൽ വായു, ജലം, അനുകൂല താപനില, ഇത് 3ആണ് വേണ്ടത്. ഇങ്ങനെ മുളച്ച് വന്നത് വളർന്ന് പന്തലിക്കണമെങ്കിൽ സൂര്യപ്രകാശവും മണ്ണും. കേട്ടോ. അപ്പോൾ മുളച്ച് വരാൻ വായു, ജലം, അനുകൂല താപനില മതി. നേരത്തെ സൂര്യപ്രകാശം ഇല്ലാത്ത റൂമിൽ ഇടുന്ന സമയത്ത് അത് മുളയ്ക്കും, പക്ഷെ അത് വളർന്നു വരില്ല, സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട്. ആദ്യം പറഞ്ഞ മണ്ണില്ലാത്ത സ്ഥലങ്ങളിലും അത് മുളച്ച് വരും, പക്ഷെ വളർന്ന് പൊങ്ങി വരണമെങ്കിൽ മണ്ണ് വേണം. അപ്പോൾ വളരാനാണ്, മുളച്ച് കഴിഞ്ഞിട്ട് വളരുന്നതിന് വേണ്ടിയാണോ സൂര്യപ്രകാശവും മണ്ണും വേണ്ടത്. മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില, ഇവ മൂന്നും വേണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ വിത്ത് മുളയ്ക്കുന്നതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ വായു, വെള്ളം, സൂര്യപ്രകാശം, അനുകൂല താപനില, വളം, മണ്ണ്, ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? അനുകൂല താപനില വേണം. വിത്ത് മുളയ്ക്കാനാണ് കേട്ടോ, മുളയ്ക്കാൻ അനുകൂല താപനില. ദെൻ
സൂര്യപ്രകാശമൊക്കെ മുളച്ച് പൊന്താനാണ് സൂര്യപ്രകാശവും മണ്ണും. വെള്ളം വേണം അല്ലേ, വെള്ളം വേണം. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, വായു, ജലം, വായു, ജലം, മണ്ണ്. ഇത് 3ആണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ നെൽവിത്ത് മുളപ്പിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ പണ്ട് മഴക്കാല കൃഷിക്ക് ഞാറ് പാകി മുളപ്പിക്കാനായിട്ട് കർഷകർ ചെയ്തൊരു രീതിയാണ്. മുറ്റത്ത് വാഴത്തണ്ട് കൊണ്ട് ചതുരത്തിൽ തട കെട്ടുന്നു. ഇവിടെ കണ്ടില്ലേ, വാഴത്തണ്ട് കൊണ്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ചെറിയൊരു കെട്ട് കെട്ടുന്നു. അതിനുള്ളിൽ ഈന്ത് ഓലകൾ വിരിച്ച്, അത് ഓലകൾ വിരിച്ചിട്ട് മുളപ്പിച്ചെടുക്കേണ്ട നെൽവിത്തുകൾ അതിൽ നനയ്ക്കുന്നു. മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം ഈന്തിൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു. ഇതിന് മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റി വയ്ക്കുന്നു. വിത്ത് മുളയ്ക്കാൻ മിതമായ ചൂട് ആവശ്യമാണ്. വിത്ത് മുളയ്ക്കാൻ ചെറിയൊരു ചൂട് വേണം. ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ വെക്കുന്നത്. 4-5 ദിവസം നനയ്ക്കുന്നു. വിത്തുകൾ മുള വന്ന് പാകമാകുന്നു. ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വെച്ച് മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതൊരു ഫാക്റ്റായിട്ട്, ഒരു അമേസിങ് ഫാക്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുത്തതാണ്. ഇനി ബീജാങ്കുരണത്തെക്കുറിച്ച് പറയാണ്. ബീജാങ്കുരണം അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം. അപ്പം അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദോരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറംതോട് പൊട്ടുന്നു. വിത്തിനുള്ള ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അനുകൂല സാഹചര്യമാകുമ്പോൾ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടി, വിത്തിനകത്തുള്ള ഭ്രൂണമാണ് തൈച്ചെടിയായിട്ട് മാറുന്നത്. അതുകൂടി അവിടെ മനസ്സിലാക്കണം. വിത്തിനകത്തുള്ള ഭ്രൂണമാണ്. ഇങ്ങനെ ഭ്രൂണം തൈച്ചെടിയായിട്ട് വളർന്നു വരുന്നതിനെ നമ്മൾ വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നു. വിത്തിലെ സൂക്ഷ്മദോരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്തിൽ ചെറിയ സൂക്ഷ്മദോരങ്ങളുണ്ട്, അതിലൂടെയാണ് ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വിത്ത് കുതിർന്ന്, അപ്പോൾ ജലം പ്രവേശിച്ച് വിത്ത് നല്ല നനഞ്ഞു കഴിയുന്ന സമയത്ത് പുറന്തോട് പൊട്ടുന്നു. അങ്ങനെ വിത്തിനുള്ള ഈ ഭ്രൂണമില്ലേ, ഇതും ശ്വസനം നടത്തുന്നുണ്ട്. ഇതെല്ലാം പ്രസ്താവനകളാണ്. ഈ ചോദിച്ചതെല്ലാം പ്രസ്താവനകളാണ് കേട്ടോ. ഭ്രൂണം ശ്വസിക്കുന്നുണ്ടോ? ശ്വസിക്കുന്നുണ്ട്. തൈച്ചെടിയായിട്ട് മാറുന്നത് വിത്തിനുള്ളിലെ ഏത് ഭാഗമാണ്? ഭ്രൂണമാണ്. ഇങ്ങനെ തൈച്ചെടിയായിട്ട് മാറുന്ന പ്രക്രിയ നമ്മൾ എന്ത് പറയുന്നു? ബീജാങ്കുരണം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ്, റാഡിക്കിളാണ്. PYക്കാണ് കേട്ടോ. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. അപ്പോൾ വേരാകുന്നത് ബീജമൂലമാണ്. ഏത് ഭാഗമാണ് വേരാകുന്നത്? ബീജമൂലം. തൈച്ചെടിയാകുന്നത് ഭ്രൂണം, വേരാകുന്നത് ബീജമൂലം. ആദ്യം പുറത്തേക്ക് വരുന്നത്, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലം. ഓക്കെ അല്ലേ? ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പോൾ വേരായിട്ട് മാറുന്നത് വേര് താഴേക്കാണല്ലേ, താഴേക്ക് പോകുന്നത് വേരാകുന്നു, അത് ബീജമൂലമാണ്. ഇനി മുകളിലേക്ക് വരുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നു ബീജശീർഷം, തലഭാഗം, പ്ലിമ്യൂൾ എന്ന് പറയും. ബീജശീർഷമാണ് വളർന്ന് കാണ്ഡമായിട്ട്, സ്റ്റെമ്പായിട്ട് മാറുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപാത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഒരുപാട് ഫാക്റ്റിലൂടെ പറഞ്ഞു. ഇലയിലൂടെയാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. നമ്മൾ പ്രകാശ സംശ്ലേഷണം പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇലകളുടെ സഹായത്തോടു കൂടിയാണ് പ്രകാശ സംശ്ലേഷണവും മറ്റും നടക്കുന്നത്. അതിനു മുന്നേ, ഇലകൾ ഉണ്ടാകുന്നതിന് മുന്നേ ആഹാരം പാകം ചെയ്യുന്നത് ബീജപാത്രത്തിലാണ്. അപ്പോൾ ബീജപാത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ബീജപത്രം, പാത്രമല്ല പത്രം, ബീജപത്രം, അത് നമ്മൾ പാത്രം എന്ന് വായിച്ചാൽ നമുക്ക് എളുപ്പമാവും. പാത്രത്തിലാണല്ലോ നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ബീജപത്രത്തിലെ ആഹാരമാണ് വിത്തിൻ്റെ ആഹാരം ഇല വരുന്നത് വരെ. ഇനി ബീജശീർഷമാണ് സ്റ്റെമ്പായിട്ട് മാറുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുന്നത് സ്റ്റെമ്പ്, ശീർഷം തലഭാഗം മുകളിലേക്ക് പോകുന്നത്, അപ്പോൾ മുകളിലേക്ക് പോകുന്നത് സ്റ്റെമ്പ്. ബീജമൂലം താഴേക്ക് വരുന്ന ഭാഗമാണ്. സോ അത് വേരായിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? ബീജമൂലമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്, മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത്. തൈച്ചെടിയായിട്ട് മാറുന്നത് വിത്തിനകത്തുള്ള ഭ്രൂണമാണ്. അപ്പോൾ പയർച്ചെടി, കടലച്ചെടിയൊക്കെ നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, വിത്തിൽ നിന്നും ഒരു തൈച്ചെടി വരികയാണ്, ഒരു തൈച്ചെടി വരാൻ പോവാണ്. അപ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമല്ലേ, അത് നേരെ താഴേക്ക് വന്ന് അതെന്തായി മാറുന്നു? അതൊരു വേരായിട്ട് മാറുന്നു. ഇനി
മുകളിലേക്ക് ഭാഗം പോകുന്നു, മുകളിലേക്ക് പോകുന്ന ഭാഗം ബീജശീർഷമാണ്. ബീജശീർഷമാണ്, മുകളിലേക്ക് പോകുന്ന ഭാഗം ബീജശീർഷമാണ്. അപ്പോൾ ഈ ഇല വരുന്നത് വരെ ഈ ബീജപത്രമാണ് ആഹാരം നൽകുന്നത്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പുളിങ്കുരു, കശുവണ്ടി, ചക്കക്കുരു തുടങ്ങിയവ മുളച്ച് വരുന്നതൊക്കെ നോക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ കഴിയും. പയർ വിത്തിലാണ് ഇത് നന്നായിട്ട് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയുന്നത് കേട്ടോ. ദെൻ കുട്ടികളോട് അത് പരീക്ഷണം ചെയ്ത് നോക്കാനും വീഡിയോ കണ്ട് മനസ്സിലാക്കാനൊക്കെ പറയുന്നുണ്ട്. ഇനി ഒരു കുട്ടിയുടെ പൂന്തോട്ടത്തെക്കുറിച്ച് പറയുകയാണ്. അനശ്വര എന്ന കുട്ടിയുടെ പൂന്തോട്ടം. ഒരുപാട് ചെടികളുണ്ടല്ലേ, ഇവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. എല്ലാ സസ്യങ്ങളിലും വിത്ത് മുളച്ചാണോ തൈകൾ ഉണ്ടാകുന്നത്? അല്ല അല്ലേ, എല്ലാത്തിലും അങ്ങനെ അല്ല. മറ്റ് സസ്യങ്ങൾ ഉപയോഗിച്ച് തൈകൾ ഉണ്ടാകുന്ന ചെടികളും ഇല്ലേ അല്ലേ. ഒരു ചെടി വെട്ടി വെച്ചാൽ തന്നെ ചെടി വളർന്നു വരുന്ന തരത്തിലുള്ള സസ്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും അങ്ങനെ വരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു ചെടിയുടെ മാത്രം കൊടുത്തിട്ടുണ്ട്. വിത്ത് മല്ലിക, ഒരു ചെടിയുടേതല്ല. ഇല ഏതിൻ്റെയാണ് വിത്തായിട്ട് വരുന്നത്, വേര് ഏതിൻ്റെ വിത്തായിട്ട് വരുന്നു, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വിത്ത് മുളപ്പിച്ച് വരുന്ന ഒരു ചെടിയാണ് മല്ലിക. തണ്ട് വെട്ടി വെച്ചാൽ മുളച്ച് വരുന്നതാണ് നന്ദ്യാർവട്ടം. ഇല കുഴിച്ചിട്ടാൽ വരുന്നതാണ് ബ്രയോഫിലം. നമ്മൾ കുട്ടിക്കാലത്തേക്ക് ഇല കൊണ്ടുവന്ന് കുഴിച്ചിട്ട് മുളച്ച് വരുന്നൊക്കെ നോക്കാറുണ്ട് അല്ലേ. ദെൻ വേര് വെട്ടി വെച്ചാൽ വളർന്നു വരുന്നതാണ് ചന്ദനം. വിത്തിലൂടെ മല്ലിക, തണ്ടിലൂടെ നന്ദ്യാർവട്ടം, ഇലയിലൂടെ ബ്രയോഫിലം, വേരിലൂടെ ചന്ദനം. അപ്പോൾ ഇത് SCRT പാഠഭാഗത്തിൽ അവർ തന്നിട്ടുള്ളതാണ്. ഇനി കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇടാം. ടെലഗ്രാമിലേക്ക് ആളുകൾ കൂടുതൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ആക്റ്റീവ് ആകും കേട്ടോ. ടെലഗ്രാമൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആകും. സോ നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതാണ്. ദെൻ കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് കായിക പ്രജനനം? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിനാണ് കായിക പ്രജനനം. ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, പഠിക്കുക. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല ഇവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പോൾ വേര്, തണ്ട്, ഇല ഇത് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളാണ്. അപ്പോൾ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ വേര്, തണ്ട്, ഇല ഇവകളിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിനാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. കായിക പ്രജനനം. ഇപ്പോൾ ഇവിടെ അപ്പൂപ്പൻ താടിയുടെ പിന്നാലെ ഒരു കുട്ടി ഓടുന്ന ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്തിനാണ് അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി നടക്കുന്നതെന്നൊക്കെ കുട്ടി ചോദിക്കുന്നുണ്ട്. എൻ്റെ വിത്തിന് വളരാൻ അനുകൂലമായിട്ടുള്ളൊരു സ്ഥലം തേടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വിത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ തൂക്കി പിടിച്ചിരിക്കുന്ന ആ ചെറിയ വസ്തു, അപ്പൂപ്പൻ താടിയുടെ താഴെയുള്ള ചെറിയ ഭാഗം കണ്ടിട്ടില്ലേ, ഈ കാണുന്ന ഭാഗം, അതാണ് വിത്ത്. എൻ്റെ ധാരാളം കൂട്ടുകാർ ഇതുപോലെ ഓരോ വിത്തുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ താടിയും കൂട്ടുകാരും എന്തിനാണ് ഇങ്ങനെ പാടുപെടുന്നത്? നിങ്ങളുടെ ചെടിയുടെ ചുവട്ടിൽ തന്നെ വിത്ത് മുളച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു വള്ളിച്ചെടിയിലാണ് ഞങ്ങൾ ഉണ്ടായത്. മൂപ്പത്തിയ കായ പൊട്ടി ഞങ്ങൾ അവിടെ തന്നെ വീണ് മുളച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും വളരാൻ വേണ്ടി അവിടെ വെള്ളവും വളവും സൂര്യപ്രകാശവും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഭാരം കുറഞ്ഞ വിത്തുകളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെന്ന് ദൂര സ്ഥലത്ത് മുളപ്പിക്കാൻ കഴിയും. അപ്പോൾ അടുത്തടുത്ത് ചെടികൾ വന്നാലുള്ള കുഴപ്പം എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള വെള്ളവും വളവും സൂര്യപ്രകാശവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രകൃതി തന്നെ ഒരുക്കി വെച്ച ഒരു വ്യവസ്ഥയാണ് അല്ലേ, നമ്മുടെ സൃഷ്ടാവ് ഒരുക്കി വെച്ച ഒരു വ്യവസ്ഥയാണിത്. അപ്പോൾ അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? അത് പാറി നടന്നാണ് അല്ലെ, പറന്ന് നടന്നാണ് നടക്കുന്നത്. അങ്ങനെ പല സസ്യങ്ങളിലും പല രീതിയിൽ, എല്ലാ സസ്യങ്ങളും ഇതേപോലെ കാറ്റ് മൂലമല്ല, പല രീതിയിൽ വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളുണ്ട്. അപ്പോൾ വിത്ത് വിതരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പക്ഷികൾ കൊണ്ട് വന്ന പേരയ്ക്ക, കശുമാങ്ങ, മാമ്പഴം എന്നിവ വീട്ടുവളപ്പിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ പക്ഷികൾ കൊണ്ടുവന്ന് മുളയ്ക്കുന്ന രീതിയും വരുന്നുണ്ട്. അപ്പോൾ പേരയ്ക്ക, കശുമാങ്ങ, മാമ്പഴം ഇതൊക്കെ പക്ഷികൾ കൊത്തി തിന്ന് അതിൻ്റെ വിത്ത് താഴെ വീണ് മുളച്ച് വരാറുണ്ട്. ഇവയുടെ മാംസള ഭാഗങ്ങളില്ലേ പക്ഷികൾ കഴിക്കുന്നത്, വിത്തുകൾ എന്ത് ചെയ്യും? അവർ കളയുമ്പോൾ നിലത്ത് വീണ് മുളച്ചു വരും. അപ്പോൾ ഇതുപോലെ പല രീതിയിൽ വിത്ത് വിതരണം നടക്കാറുണ്ട്. അപ്പോൾ എന്താണ് വിത്ത് വിതരണം? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീട് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായിട്ടുള്ള മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്.
ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ കഴിയുന്നു. അപ്പോൾ സസ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുക എന്നതാണ് വേണ്ടത്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ്. അപ്പോൾ ഇങ്ങനെ വിത്തുകൾ പല സ്ഥലത്ത് വിതരണം ചെയ്യുന്നത് കൊണ്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത്, അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ പലതരത്തിലുള്ള സസ്യങ്ങൾ കാണുന്നത് ഈ ഒരു വിത്ത് വിതരണത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. മനസ്സിലായോ? അല്ലായിരുന്നുവെങ്കിൽ ഒരു പ്രദേശത്ത് ഒരേ തരത്തിലുള്ള സസ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള വിത്ത് വിതരണം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളുണ്ട്. മഹാഗണി, വെണ്ടയെന്ന് കണ്ടില്ലേ എവിടെ നിന്ന് വിത്തുകൾ പോകുന്നത്. ഇനി തേങ്ങ നേരെ വെള്ളത്തിൽ വീണൊഴുകി പോവുകയാണ്. അത്തിപ്പഴം തിന്നുന്ന പക്ഷി, അപ്പോൾ ഈ ഒരു അത്തിപ്പഴം തിന്നിട്ട് പക്ഷി വിസർജിക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്, മുളച്ചു വരുന്നത്. ദെൻ കാശിത്തുമ്പ. ഇങ്ങനെ പല രീതിയിൽ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ സസ്യങ്ങൾ പലതരത്തിൽ വിത്ത് വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളെ ഒരു വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ ഒരു തോട്ടത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിത്ത് വിതരണത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വിത്ത് വിതരണം ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? വിത്ത് വിതരണം ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാ തരത്തിലുള്ള സസ്യങ്ങളും ഒരു സ്ഥലത്ത് തന്നെ വീർപ്പ് മുട്ടി നിൽക്കേണ്ടി വന്നേനെ, അല്ലേ? സോ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ. പക്ഷികൾ പഴങ്ങൾ കൊത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? ഭക്ഷ്യയോഗമായ മാംസള ഭാഗമാണ് പക്ഷികളും മൃഗങ്ങളും അത് കൊത്തിക്കൊണ്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. മാംസള ഭാഗങ്ങളുള്ള വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ മാംസള ഭാഗത്ത് ഇപ്പോൾ മാമ്പഴത്തിലാണെങ്കിലും അല്ലെങ്കിൽ പേരക്കയിലാണെങ്കിലും ആ ഫ്രൂട്ടിൻ്റെ ഇടയിലാണ് വിത്തുള്ളത്. അപ്പോൾ അവർ ആ ഒരു ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം വിത്ത് അവിടെ ഉപേക്ഷിച്ച് പോകുന്നു. അത് വിത്ത് വിതരണം നടക്കാൻ വേണ്ടി സഹായകമാകുന്നു. അപ്പോൾ എല്ലാ ഫലങ്ങൾക്കും ഇതേപോലെ മാംസളമായിട്ടുള്ള ഭാഗം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ അതിന് അത്തരം ഫ്രൂട്ട്സിന്, അതായത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത മാംസളമായിട്ടുള്ള ഭാഗങ്ങളില്ലാത്ത വിത്തുകളും വിത്ത് വിതരണം നടത്താറുണ്ട്. അതിന് പല വിധത്തിലുള്ള പ്രയോഗങ്ങളും തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. ഇവിടെ കണ്ടില്ലേ, ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന കൊളുത്തുള്ള ചില വിത്തുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ വസ്ത്രത്തിൽ ഉടക്കി പിടിക്കുന്നു, നമ്മളത് കാണുന്ന സമയത്ത് തട്ടിക്കളയുന്നു. അതേപോലെ പശ, കൂർത്ത അഗ്രഹങ്ങൾ, ഇങ്ങനെ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും ഒട്ടിപ്പിടിക്കാൻ പറ്റുന്ന ചില പുല്ലുകളുണ്ട്. ഈ പുല്ലുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചുകൊണ്ട് ആണ് വിത്ത് വിതരണം നടത്തുന്നത്. നേരത്തെ നമ്മൾ അപ്പപ്പൻ താടി പറഞ്ഞു, അത് പാറി നടന്നാണ്. ഇനി മറ്റു ചിലത് വെള്ളത്തിലൂടെ ഒഴുകി നടന്ന്, ചിലത് വെള്ളത്തിൽ കുറച്ച് ദിവസം കിടന്നാലും ചീഞ്ഞു പോകാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ അവകളൊക്കെ അതുവഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാലേ അത് ഒഴുകി പോകാൻ പറ്റൂ. അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്നുള്ളത് അവിടെ വരുന്നു. അപ്പോൾ ഓരോത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ വിത്തിൻ്റെ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. വെണ്ട, കാശിത്തുമ്പ എന്നിവ പൊട്ടുമ്പോൾ വിത്തുകൾ അകലേക്ക് തെറിച്ച് വീഴുന്നു, അല്ലേ? വെണ്ട, കാശിത്തുമ്പ പോലുള്ളവ പൊട്ടിത്തെറിക്കുന്നു. നേരത്തെ ചിത്രത്തിലുണ്ടല്ലേ വെണ്ട പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആ ഒരു ശക്തിയിൽ ആ ഒരു വിത്ത് അകലേക്ക് തെറിച്ച് വീഴുന്നു. ഇങ്ങനെ നമുക്ക് ചുറ്റും പല രീതിയിൽ വിത്ത് വിതരണം നടത്താറുണ്ട്. അവകളിൽ എന്തൊക്കെയാണ് അനുകൂലനങ്ങൾ എന്ന് പറയാൻ നമ്മളോട് പറയുന്നുണ്ട്. സോ നമുക്ക് വിത്ത് വിതരണത്തിൻ്റെ രീതിയും സസ്യവും ജസ്റ്റ് എന്താണെന്ന് നോക്കാം. കാറ്റ് വഴി വിത്ത് വിതരണം ചെയ്യുന്നത് അപ്പപ്പൻ താടി, നേരത്തെ പറഞ്ഞു. ഇവിടെ വിത്തിന് ഭാരം കുറവാണ്, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങളുണ്ട്. ഇനി മഹാഗണി, ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ടായിരുന്നു മഹാഗണി, അല്ലേ? മഹാഗണി ഇതും ഭാരം കുറവാണ്, അല്ലേ? പറന്നു പോകാൻ എളുപ്പമാണ്, ഭാരം കുറഞ്ഞ വിത്താണ്. ഇനി ജലം വഴി പോകുന്നതാണ് തെങ്ങ്. തെങ്ങ് എന്ത് ചെയ്യുന്നു? ഭാരം കുറവായതുകൊണ്ട് തേങ്ങ വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്നു. ഇനി ജന്തുക്കൾ വഴിയാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ലൊക്കെ വരുന്നത്. ഇതിൽ ചിലത് എന്ത് ചെയ്യും? ചിലത് മാംസള ഭാഗമുള്ളതുകൊണ്ട് അങ്ങനെ ആകർഷിക്കും. ഇനി മറ്റു ചിലത് എന്ത് ചെയ്യും? അസ്ത്രപ്പുല്ല് പോലുള്ളത് ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള ആ ഒരു പശ അല്ലെങ്കിൽ കൂർത്ത അഗ്രങ്ങളാണ് അവിടുത്തെ അനുകൂലനങ്ങൾ എന്ന് പറയും. ഇനി പൊട്ടിത്തെറിച്ച് വരുന്നതാണ് വെണ്ട, കാശിത്തുമ്പ. പൊട്ടിത്തെറിച്ച് അത് നല്ല ദൂരേക്ക് പോകണമെങ്കിൽ അത്രയും ചെറിയ വിത്തുകളാണ്. അപ്പോൾ ചെറിയ വിത്തുകളായതുകൊണ്ടാണ് അത് തെറിച്ച് പോവുക.
അതാണ് അതിൻ്റെ അനുകൂലനങ്ങൾ. അപ്പോൾ വിത്ത് വിതരണത്തിന് അനുകൂലമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു വിത്തിലുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ അനുകൂലനങ്ങൾ എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളാണ്. ഇതിൽ പറയുന്നതെല്ലാം എപ്പോഴും PSC ചോദിക്കുന്ന ഫാക്റ്റുകളാണ്. ദെൻ കടൽ കടന്നെത്തിയ അതിഥികൾ. അപ്പോൾ വിദേശത്തു നിന്ന് വന്ന ചില വിത്തുകളുണ്ട്, കാർഷിക വിളകളുണ്ട്, അവയും അവയുടെ ജന്മദേശവും എപ്പോഴും PSC ചോദിക്കുന്നതാണ്. വിത്ത് വിതരണത്തിൽ മനുഷ്യനും അവൻ്റെതായ പങ്കുണ്ട്. പണ്ട് മുതലേ ദൂരസ്ഥലങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും യാത്ര പോകുമ്പോൾ നാം വിത്തുകൾ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യാറുണ്ട് അല്ലേ. ഇവ പല ഭാഗത്തായി വിതരണം ചെയ്യപ്പെടുകയും വളരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ചില വിത്തുകളാണ് കൈതച്ചക്ക, തേയില, മരിച്ചീനി, പപ്പായ, റബ്ബർ, കശുവണ്ടി. ഇത് ഇത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് പഠിക്കാം. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന സാധനം ആയതുകൊണ്ട് എല്ലാത്തിലും നോക്കിയേ, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഒരു പ അല്ലെങ്കിൽ ഒരു ഇപ്പ വരുന്നുണ്ട് അല്ലേ. പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. അപ്പോൾ പ ഇപ്പ വരുന്ന ഒരു 4 പേരുകളുണ്ട്. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ കിഴങ്ങ് വർഗത്തിലുള്ള മരിച്ചീനി, ഉരുളക്കിഴങ്ങ്. മരിച്ചീനി, ഉരുളക്കിഴങ്ങ് അല്ലേ. ദെൻ കൈതച്ചക്ക, പൈനാപ്പിൾ. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ വരുന്നുണ്ട് അല്ലേ. കൈതച്ചക്ക, പൈനാപ്പിൾ. പൈനാപ്പിൾ, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ദെൻ തക്കാളി, ടൊമാറ്റോ അല്ലേ. തക്കാളി അതും അമേരിക്കയുടേതാണ്. അത് അങ്ങനെ തന്നെ ഓർക്കുക. അപ്പോൾ പ ഇപ്പ എന്നതിൽ വരുന്ന കുറച്ച് വിളകളും കൂടാതെ തക്കാളി, പിന്നെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട മരിച്ചീനി, ഉരുളക്കിഴങ്ങ്. ഇത് ഇത്രയും അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഇതിങ്ങനെ ഓർക്കുക. ദെൻ തേയില, ചൈനക്കാരുടേതാണ്. തേയില ചൈനക്കാരുടേതാണ് കേട്ടോ, തേയില. അപ്പോൾ ചൈനക്കാർക്കാണ് കുറച്ച് കയ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലേ. തേയില ഒരു കയ്പ്, ഒരു ചവർപ്പല്ലേ. അപ്പോൾ ചവർപ്പ് കലർന്ന ആഹാരത്തോട് കൂടുതൽ താല്പര്യമുള്ള ചൈനയാണ്. അവരുടെ വളരെ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഭക്ഷണ രീതിയൊക്കെ നമ്മൾ വീഡിയോസിൽ കാണുകയാണ്. അപ്പോൾ കയ്പുള്ളത് തേയില, കയ്പുള്ളതിനെ ഇഷ്ടപ്പെടുന്നത് ചൈനക്കാർ. ദെൻ യൂറോപ്പ്, ക്യാബേജ്. യൂറോപ്പ്, ക്യാബേജ്. അതങ്ങനെ അങ്ങ് പഠിക്കുക. യൂറോപ്പാണ് ക്യാബേജ്. അപ്പോൾ യു ക്യാൻ എന്ന് പഠിച്ചാൽ മതി. യു ക്യാൻ. യൂറോപ്പിലെ യുയും ക്യാൻ, ക്യാബേജ്. ഇനി ബ്രസീൽ. ബ്രസീലാണ് റബ്ബർ, കശുമാവ്. റബ്ബർ, കശുമാവ്. അപ്പോൾ ഈ റബ്ബർ, കശുമാവ് രണ്ടും ഒരു പശ ഉള്ള രീതിയിലുള്ളതാണ്. അപ്പോൾ ബ്രസീലിൻ്റെതാണ് റബ്ബർ, കശുമാവ്. ആ രീതിയിൽ ഓർക്കാം. ഓക്കെ അല്ലേ. സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വളർത്തിയ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കാറുണ്ടല്ലേ. ദെൻ നമുക്ക് വേണ്ട ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കണം. അത് അങ്ങനെ ഉൽപ്പാദിപ്പിച്ചാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് മെച്ചപ്പെട്ട പച്ചക്കറി വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റും. പച്ചക്കറി കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ പച്ചക്കറി ലഭിക്കും. തൊഴിൽ ലഭ്യതയും സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിലേക്ക് ചെറുതായിട്ട് പറഞ്ഞതാണ്. ദെൻ പച്ചക്കറി തോട്ടം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗുണമേന്മയുള്ള വിത്തായിരിക്കണം, മണ്ണ് വളക്കൂറുണ്ടായിരിക്കണം, നീർവാർച്ച നനവുള്ള മണ്ണായിരിക്കണം, സൂര്യപ്രകാശം കിട്ടുന്നതായിരിക്കണം, വെള്ളം കിട്ടണം, നല്ല രീതിയിൽ വളപ്രയോഗം, കീടനിയന്ത്രണം, കള നിയന്ത്രണം എന്നിവ ഉണ്ടാവണം. ഇതൊക്കെ അറിയുന്ന കാര്യമുണ്ട്, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. സോ വളരെ കുഞ്ഞ് ചാപ്റ്റർ ആയിരുന്നു, 5ാം ക്ലാസ്സിലെ പാഠമാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്ന് ബേസ് ഉറപ്പിക്കുകയാണ് കേട്ടോ. ബേസ് ഉറപ്പിക്കുകയാണ്. വലിയ വലിയ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വിത്ത് മുളയ്ക്കാൻ വായു, ജലം, അനുകൂലമായ താപനില എന്നിവ ആവശ്യമാണെന്ന് പറഞ്ഞു. വിത്ത് മുളയ്ക്കുമ്പോൾ വിത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ചിത്രങ്ങൾ സഹിതം നമ്മൾ പഠിച്ചു. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. കായിക ഭാഗങ്ങൾ മുഖേന പ്രജനനം നടത്തുന്ന സസ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ആ ഒരു ചാർട്ട് അടക്കം നമ്മൾ പഠിച്ചു. വിത്ത് വിതരണത്തിൻ്റെ പ്രാധാന്യവും വിതരണ രീതികളും നമ്മൾ പഠിച്ചു. ദെൻ നാം പച്ചക്കറി തോട്ടം നിർമ്മിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ചും പറയും. സോ തൽക്കാലം നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി.